ഇത് വന്നോ? കത്തി 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 എന്താ പറയാനാ? ഇതെന്താടാ ഇത് എന്താ ഇത് ഇങ്ങനെ ഇത് ക്ലോസ്ഡ് അല്ലേ ഇത്? അല്ലെല്ലാം തോന്നണ്ട. ഇതെങ്ങനെ ഇങ്ങനെ വരുന്ന? ഓക്കെ ജസ്റ്റ് ഫോർ ഫൺ അണ്ണാ. എടാ ഇതിന്റെ ട്രയലർ നിങ്ങൾ ആരെല്ലാം കണ്ടോ ഗൈസ്? ഈ പാട്ട് സത്യം പറഞ്ഞ കേട്ട് ഇപ്പൊ എല്ലാ വീഡിയോയിലും ഈ പാട്ടാണ്. പക്ഷെ ഞാൻ പറയുവാണ്, ഇതിന്റെ ട്രയലറിൽ ആ BGMന്റെ ഇമ്പാക്ട് എന്താടാ ചെയ്തു വെച്ചിരിക്കണം അനിരുദ്ധ് അല്ലേ? ഇതൊക്കെ ഇറക്കി വെച്ചിട്ട് പുള്ളി എങ്ങനെയാടാ ഫീൽഡ് ഔട്ട് ആവാന്ന് പറയണേ? എങ്ങനെ ഫീൽഡ് ഔട്ട് ആവാൻ? ഈ പാട്ട്, ഈ BGMും പുള്ളി ഇറക്കിയ പാട്ടൊക്കെ ഇനി എത്ര കൊല്ലം കിടന്ന് ഓടുമെന്ന് അറിയാവോ? എത്ര കൊല്ലം? അതൊക്കെ ഇനി അടുത്ത ഒരു 10 ജനറേഷൻ വരെ പുള്ളിയുടെ ഈ ഇതൊക്കെ കേട്ടിട്ടാണ്. ഇതിനകത്തൊക്കെ എങ്ങനെ പുള്ളിയൊക്കെ ഫീൽഡ് ഔട്ട് ആവണം എന്റെ അമ്മോ. So you are the artist, your works are so insane. So it's more than. And you draw this for free. ഗ്രാമത്തിനോട് പോയി ഫ്രീ ആയിട്ട് ലോഗോ ചെയ്ത് തരുമെന്ന് പറയണത് പോലെയാണ്. അത് മനസ്സിലാവും. ഇവരൊക്കെ എത്ര സമയം എടുത്തായിരിക്കും. ഞാൻ കുറച്ച് വീഡിയോ കുറച്ച് സ്കിപ്പ് ചെയ്യുവാണ് കേസ്. ഞാൻ ഇത് ഇന്നത്തെ കമന്റ് ആണ്. TKVA ഭാര്യയെ കൊന്നിട്ട് ഭർത്താവ് മെയിൻ നടനായതുകൊണ്ട് ക്ലൈമാക്സ് ആയിട്ടില്ലല്ലോ, ടൈം ഉണ്ട്, പിക്ചർ അബി ബാക്കി ഹേ ബായ്. ഷേഖെ ഞാൻ പറയണ ഇത്രേ ഉള്ളു ഷേഖെ. ഞാൻ ഇത് ഇതായിട്ട് പറയണതല്ല. ഷേഖിന്റെ അടുത്ത് ഞാൻ പറയണത് ഭയങ്കര ഇതായിട്ട് എടുത്താൽ മതി. ഇത് ഈ സ്നൈപ്പ് എഡിറ്റ്സിനോടും ബാക്കി നമ്മുടെ ടിവിയുടെ കണ്ടന്റ് ഇടുന്ന പിള്ളേരോടൊന്നും ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്ന സാധനമല്ല. ഇത് അവരുടേതായിട്ടുള്ള രീതിയിൽ കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ RP കാണുന്ന ആൾക്കാരൊക്കെ ഇവരെ ഫോളോ അപ്പും ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവരുടെ ചില ആൾക്കാർ ഫുള്ള് RP ലൈവായിട്ടിരുന്ന് കാണത്തില്ല. ഇവരിങ്ങനത്തെ ക്ലിപ്പ് കണ്ടിട്ട് ഈ പെർട്ടിക്കുലർ പോർഷൻ മാത്രം എടുത്തു വെച്ച് കാണുന്ന ഒരു ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലായോ? അങ്ങനെ കോണ്ടന്റ് ഇടുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. ഇതൊന്നും നമ്മൾ ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നതല്ല. അപ്പോൾ അതിൽ പോയി ഷെയ്ക്ക് ഒരു കമന്റ് ഇടുമ്പോൾ ഒബ്വിയസ്ലി എല്ലാം TV ഓഡിയൻസ് ആയിരിക്കും, കൂടുതലും TV ഓഡിയൻസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടം നമ്മളെ ആയതുകൊണ്ട് ഉറപ്പായിട്ടും അവരാധിക്കും. ഇത് ഗ്രൂപ്പിലെല്ലാം വന്നപ്പോഴാണ് എനിക്കൊരു റിപ്ലൈ തരണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ വന്ന് നോക്കിയപ്പോൾ ഷെയ്ക്കിൻ്റെ കമൻറ്റ് എനിക്ക് കാണുന്നില്ല. ഞാൻ ഒത്തിരി തപ്പിയിട്ട് ഞാൻ എന്നിട്ട് ഉമ്മാരത്തൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ ഒരു കമൻറ്റ് എനിക്ക് കാണുന്നില്ലല്ലോ. എന്നിട്ട് ഞാൻ വിചാരിച്ചു എങ്ങനെയാണേലും എന്നാൽ പിന്നെ അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ ഒരു കമൻറ്റ് ഇടാമെന്ന് പറഞ്ഞ് ഞാൻ ഒരു കമൻറ്റ് ഇട്ട്. പിന്നെ ഞാൻ നോക്കുമ്പോഴാണ് ഓരോരുത്തർ പിന്നെ അവിടെ ഒരു കമൻറ്റ് വാറെന്തോ ആയി. 6000 7000 കമൻറ്റ് എന്തോ ആയെന്ന് തോന്നുന്നു ആ വീഡിയോയ്ക്ക്. വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, ഈ വാറിനൊന്നും നിൽക്കുന്ന വിലയേറിയ സമയം നിങ്ങളുടെ കളയരുത്. ഇത് OC അല്ലാണ് പറയുന്നത്. എടാ ഇത് OC എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. OC എന്ന് ശരിക്കും നമ്മൾ ഗെയിമിനകത്ത് പറഞ്ഞാൽ വെളിയിലെ കാര്യങ്ങൾ ഗെയിമിൽ പറയുമ്പോഴാണ്. ഇത് ശരിക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊന്നും ഈ കണ്ടന്റ് OC ആണ്. നമ്മൾ ഇടുന്ന കണ്ടന്റ്, ഞാൻ ഇടുന്നതാണേലും വെളിയിലിടുന്ന കണ്ടന്റ് OC ആണ്. അത് റെപ്രസെന്റ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷെ ഇത് TV ഒഫീഷ്യലി പോസ്റ്റ് ചെയ്തൊരു കോണ്ടന്റിനകത്ത് പുള്ളി വന്ന് കമന്റ് ഇട്ടാൽ ഓക്കെയാ, ഞാൻ ഒന്നും പറയത്തില്ല. എന്നാലും ഈ ബാക്കിയുള്ളവരിങ്ങനെ അവരാധിക്കും. ഞാൻ അതുകൊണ്ടല്ലേ അധികം ഇവർ MRCയുടെ കുറെ പേര് എന്നെ എല്ലാത്തിലും ഇങ്ങനെ ഈഗിൾ ഗെയിമിംഗ് മെൻഷൻ ചെയ്തിട്ട് തീട്ടൊന്നും കൊട്ടയൊന്നും ചട്ടിയെന്നൊക്കെ പറഞ്ഞിടും. പോയി റിപ്ലൈ കൊടുത്താൽ അവിടെ പോയി റിപ്ലൈ കൊടുത്താൽ ഞാൻ TV ഒഫീഷ്യലി 2 കൊല്ലത്തിന് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായ? അതാ ഞാൻ പറയണേ. കൊടുത്താൽ ഇങ്ങനെ ഇരുന്ന് വരുത്തതേ ഉള്ളൂ. അതുകൊണ്ട് അപ്പൊ ആരും മറക്കണ്ട, വരുന്ന ചിങ്ങത്തിലാണ് പിള്ളേരുടെ കല്യാണം. നേരത്തെ വരെ വയറ് നിറയെ നക്കിയിട്ട് പോവാം. സേവ് ദ ഡേറ്റ്. കല്യാണത്തിനും വേണ്ട ഈ നമ്മുടെ വീട് വൃത്തിയാക്കുന്നതിന് വേണ്ടിയില്ലേ, അതിൽ കക്കൂസേവനാണ് ഞാൻ ഏൽപ്പിച്ചേക്കുന്നത്. കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും പേരൊക്കെ. ഞാൻ ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് തിരിച്ചു പറയാനുള്ള ഒരു അവസരം അവര് ഉണ്ടാക്കി തരുന്ന സമയത്ത്
നിങ്ങൾ പറഞ്ഞു ഞാൻ അന്നേരം മെസ്സ് അടിക്കാൻ വരത്തില്ല, ഞാൻ അന്നേരം മാസ് അടിക്കാൻ വരത്തില്ല, ഞാൻ എൻ്റെ ലൈവിൽ പറയുമായിരിക്കും, ഞാൻ ആ കോണ്ടന്റിൽ വരത്തില്ല, ഞാൻ എൻ്റെ ലൈവിൽ പറയും, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയും, എൻ്റെ ഇതാക്കാൻ പോകും. പക്ഷെ തോറ്റിരിക്കുമ്പോൾ മാസ് അടിച്ചിട്ട് കാര്യമില്ല, ജയിക്കുമ്പോൾ മാസ് അടിച്ചോ. ജയിക്കുമ്പോൾ മാസ് അടിക്കുന്ന സമയത്ത് ജയിക്കുമ്പോൾ മാസ് അടിക്കുമ്പം അത് കേൾക്കുന്ന ഓഡിയൻസിന് ഒരു ഇതുണ്ടാവും, ജയിച്ചിട്ട് നമ്മൾ ജയിച്ചിട്ടല്ലേ പോയി പറയണേ. ഇന്ന് കുറെ ഗ്രൂപ്പിലൊക്കെ കണ്ടായിരുന്നു, ഷെയ്ക്കിന്റെ ഗ്രൂപ്പില് മെമ്പേഴ്സ് തന്നെ പറയണത് തോറ്റിട്ട് എന്തിനാ നമ്മളിങ്ങനെ മാസ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റാണ്, ബുദ്ധിയുള്ള ആൾക്കാരും ഉണ്ട് അവിടെ, അത് സത്യമാണ്. ജയിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണേ പറയാം. ഗീവ് മീ ദ ആൻസർ പ്ലീസ്. തലയിൽ തലച്ചോറിന് പകരം പൊതിച്ചോറുള്ള ജീവി ഏത്? എനിക്ക് അതിന്റെ ഉത്തരം അറിയത്തില്ലടാ. കറക്റ്റ് സമയത്ത് ക്ലിപ്പാക്കാൻ വേണ്ടി കറക്റ്റ് കൊണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ, ക്ലിപ്പാക്കാൻ വേണ്ടി. ഞാൻ ഇതിന് എന്ത് പറയുന്നത് നോക്കിയിട്ട് അത് ക്ലിപ്പാക്കി ഇടാനുള്ള പരിപാടിയാണ് കേട്ടാ. സീൻ തന്നെ. കൂത്തുപറമ്പ് പുറക്കളത്ത് ഹീറോ ഹോണ്ട ബൈക്ക് ഷോറൂമിലേക്ക് ഓടിക്കേറി കാട്ടുപോത്ത്. നിങ്ങളൊക്കെ ബൈക്ക് ഓടിക്കാൻ പഠിച്ചാലും ആലോചിക്കണ്ട. സത്യമില്ല, നമ്മള് ജംഗ്ഷനിലൊക്കെ ഇങ്ങനെ നിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പോത്തൊക്കെ ഓടിച്ചിട്ടുണ്ടോ ആലോചിച്ചേ. Viewer turned actor, often joked as the best Rizzler in character. അറിയാ സൈഡിൽ നോക്കണ്ട, സൈഡിലോട്ട് നോക്കണ്ട. എന്നെ എന്തിനാണ് അവിടെ പിടിച്ചിരുത്തിയേക്കണേ? എല്ലാം കാണാലോ. ഞാൻ യൂണിവേഴ്സിലായേട്ടാ. അലീനെ ഒന്നും പറഞ്ഞില്ല കേട്ടോ, അല്ല അലീനെ ക്ലിപ്പാവും. ഈ കൊല്ലം പോർച്ചുഗൽ തന്നെ അടിക്കും. അതെ, സ്പോർട്സിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരുപാട് നന്ദിയുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ടീം മാനേജ്മെന്റിനോടും എല്ലാവരുടെ ഒത്തിരി നന്ദിയുണ്ട്. ഒരു വിഷമം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേരുടെ തല്ലുകൂടി, ബെറ്റ് വെച്ചു, പൈസ പോയി, പിന്നെ മാനം നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സീസണിൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് CSK മാനേജ്മെന്റ്. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ധോണി വരും എന്ന് പറഞ്ഞ മറ്റേ അമ്പിളിമാമിനെ കാണിച്ചു തരാന്ന് പറഞ്ഞ് കൊച്ചിലെ എൻ്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞ് പറ്റിച്ചതുപോലെ ഇന്ന് വരും നാളെ വരും ധോണി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് പറ്റിച്ചു. അതിനും പ്രത്യേക നന്ദി. ഇനി അടുത്ത അടുത്ത വട്ടം ആദ്യത്തെ കുറച്ച് കളികളൊക്കെ കണ്ട് ടീമിനെ വിലയിരുത്തിയതിന് ശേഷം മാത്രമേ ഞാനൊരു CSK ഫാൻ എന്ന് പറഞ്ഞ് ഞാൻ വെളിയിൽ ഇറങ്ങുള്ളൂ. അല്ലാത്ത പക്ഷത്തോളം ഞാൻ ഒരു ന്യൂട്രൽ IPL ഫാനായിട്ട് മാറുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. നന്ദി. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്നും CSK, അതും ഞങ്ങളുടെ സുരേഷ് റെയ്നയും ജഡേജയും ധോണിയൊക്കെ ഉണ്ടായിരുന്ന CSK ഇല്ലേ, അതെന്നും ഇവിടെ ഉണ്ടാവും. ഇവിടെ നെഞ്ചിൽ കൂടിയിരിക്കും. അതെ, അല്ല അതിന്റെ കൂടെ പ്രത്യേക ഒരു മെൻഷനും കൂടെ. ഇപ്പൊ ഞാൻ സംസാരിച്ചോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കുഴപ്പമില്ല പോട്ടെ എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ, നിക്കറി തൂറിയിരിക്കുന്നവൻ അപ്പി ചവിട്ടിയനെ കളിയാക്കുന്നത് പോലെയാണ്. മുംബൈ ഫാനാണ് ഇരിക്കുന്നത്. ഏറ്റവും പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അടിയുന്ന 1ാം സ്ഥാനത്ത് നിൽക്കുന്ന മുംബൈ ഇന്ത്യൻ ഫാനാണ് ആ ഒരു ഡയലോഗ് അടിച്ചത്. മുംബൈ ഇന്ത്യൻ ഫാനാണ് നമ്മുടെ അടുത്ത് ഇപ്പൊ അത് ആ ഡയലോഗ് പറഞ്ഞത്. അവർക്കും പ്രത്യേക ഒരു നമസ്കാരം. ഒരുപാട് അതെ, ഒരുപാട് അടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. എടാ, ഈ വർഷം നിങ്ങൾക്ക് ആരടിക്കണം എന്നാണ് ഗൈസ്? അപ്പോ IPL ആരടിക്കണം നിങ്ങൾക്ക്?
ഈ വർഷം എന്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ വട്ടം ആർ സി അടിച്ചു. ഈ വട്ടം പഞ്ചാബ് അടിക്കട്ടെ. പഞ്ചാബ് അടിക്കണം ഈ വട്ടം. പഞ്ചാബ് എടാ കണ്ണാപ്പി അങ്ങനെയൊക്കെ പറഞ്ഞ വെച്ചലക്കി കണ്ടന്റ് ആവുവേ. ഞാൻ ആരും അടിക്കണമെന്നൊക്കെ പറയല്ല. ഞാൻ CSK ഫാനാണ്. അത് കഴിഞ്ഞിട്ട് പഞ്ചാബ് അടിക്കേണ്ടതാണ്. സൺറൈസേഴ്സ് കേറുവോടാ? സൺറൈസേഴ്സ് ക്വാളിഫൈ ആയില്ലേ? ഇത് പഞ്ചാബ് തോന്നുന്നില്ല. IPL പോയിന്റ് ടേബിൾ നമുക്ക് കാണുന്നില്ല. IPL പോയിന്റ് ടേബിള് സൺറൈസേഴ്സ് ആരൊക്കെ? പഞ്ചാബ് കേറുവോ? അപ്പോ പഞ്ചാബ് എല്ലാത്തിനും തോറ്റടാ. ആദ്യത്തെ 5 കളി വെച്ചിട്ട് ലാസ്റ്റത്തെ 5 കളി തോറ്റുപോയി പഞ്ചാബ്. 6 കളി തോറ്റു, അടുപ്പിച്ച് തോറ്റ്. 6 കളി 7 കളിയില് ഒരു കളി ഡ്രോയും 6 കളി ജയിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. അപ്പൊ ഇതിനകത്ത് 4 പേരും ആയിരിക്കും അല്ലേ? ഇവന്മാര് എന്ത് കംബാക്കാണോ അടിച്ചു? ഇവന്മാര് എവിടെ കിടന്നല്ലേ അടുപ്പിച്ച് കളി ജയിച്ചു കേറി ഇവന്മാരെ വന്നടാ. ഇത് കിടിലം കളിയായി പോയി കേട്ടോ. GT കളിച്ചത്, GT വിഷയം കളിയാ കളിച്ചത്. നമ്മള് കളിക്കാൻ വെച്ച ഗെയിം എടാ ഇത് അവര് കളിച്ചോടാ. അവരൊക്കെ കളിച്ചിട്ടുണ്ടാ. അണ്ണ നമ്മൾ എന്തൊക്കെ ഗെയിം ആണ? ഞാൻ ഒരു ഗെയിം ആണ. നിന്റെ അവൈലബിലിറ്റി ആണ് പ്രശ്നം. എന്റെ അവൈലബിലിറ്റി ആണോ? ഞാൻ എല്ലാ ദിവസവും അവൈലബിൾ അല്ലാത്ത. ഇതെങ്ങനെ സ്റ്റിയറിംഗ് ഒരാളും ആക്സിലേറ്റർ ക്ലച്ച് ഒരാളും വേറൊരാളും. ആരാ നിക്കുന്നേ? ഇടത്തോട്ടും വലത്തോട്ടും ഞാനാ കേട്ടോ പോന്നെ. എലി ഡബ്ല്യു നെക്കലി പുറകോട്ടെ ഡബ്ല്യു നെക്കിക്കൊണ്ടിരുന്നു. എന്റെ പൊന്ന സ്ത്രീയാണ് പറിക്കപ്പോ. ഹലോ അവിടെ ഒരാളെ വിളിക്കുക. എന്റെ പൊന്നിതൊക്കെ ഞാൻ എങ്ങനെ ഇതിൽ കൂടെ പോകുന്നതൊക്കെ? ഗതികേടോ ഇത്. കൊള്ളാല്ലേ സാധനം? നീ വല്ല നെത്തോലിയാണോ? സിറ്റിയപ്പാടാ ഞാൻ കയറിക്കൊണ്ടിരിക്കുക. പീടി പോവോ? എന്റെ പൊന്നെ അത് പിടിക്കുമല്ലേ? ഫ്രണ്ടോട്ട് പോ. ദൈവമേ ഇതെന്തോ ഇത്? പയ്യെ പുറകിലോട്ട് വരി. നമ്മള് കുരുങ്ങി. നമ്മള് കുരുങ്ങി. എടാ ഇതിനകത്ത് ഏതാണ് എളുപ്പം? സ്റ്റിയറിംഗ് ആണോ ആക്സിലേറ്റർ ആയിരിക്കും എളുപ്പം? അണ്ണാ സ്റ്റിയറിംഗ് ആണോ? ആണോ? അപ്പൊ ഞാൻ സ്റ്റിയറിംഗ്. അടുത്ത ട്രോൾ ആണെന്നതിന് മുമ്പേ ഞാൻ അണ്ണനൊരു റീൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഗെയിമിംഗ് ചരിത്രത്തെ ആരും കളിക്കാതെ. എവിടെ അണ്ണന് റീലായിട്ട്? ഇൻസ്റ്റയിലോ? അത് വേറൊരു കൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ അതെന്ന് പറഞ്ഞാൽ ഇതിലും ഫണ്ണാണത്. അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കയ്യിലൊരു സാധനം ഇങ്ങനെ കൊണ്ടുപോകണം. എനിക്ക് വന്നില്ലടാ. നീ ഏതിലാ അയച്ചത്? ഈഗിൾ ഗെയിമിംഗ് ഓപ്പിയില് എനിക്ക് വന്നിട്ടില്ല. ഇതേ അണ്ണനെ ഒരു അയക്കുവാണേ. ഇപ്പൊ അയക്കുവാണേ. നോക്കി. ഞാൻ വെയിറ്റ് ചെയ്യും. നിന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കോ നിന്റെ പ്രൊമോഷൻ കാണാതിരിക്കാൻ വേണ്ടി. ഞാൻ പ്രൊമോഷൻ ചെയ്യാറില്ലല്ലോ. ഇതെന്താ സാധനം? ഇതെന്ന് പറഞ്ഞാൽ ആ സാധനം കണ്ടോണ്ടാ കയ്യിരിക്കുന്നേ. അത് കൊണ്ടുപോകണം. ഓക്കെ പറഞ്ഞോക്കി. സിറ്റി കയറാൻ പോകുന്നു. സിറ്റി കയറാൻ പോണ്. ശരി. എന്തുപറ്റി? നാളെ നാളെ വിളിക്കാൻ. അല്ലല്ല അതുപോലെ വേറൊരു സാധനം. നമുക്ക് സിറ്റി കയറാം. കൈസ് എന്നാ നമുക്ക് കണക്ട് ചെയ്തിട്ട് നോക്കാം. ബ്ലോക്ക് ചെയ്ത കണ്ണാപ്പി. അണ്ണോ പറ. വെരി ഫണ്ണി. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഞാൻ മൂഞ്ചി കൈസ്. അതൊക്കെ ഉണ്ട് കളിയൊക്കെ ഉണ്ട്. അത് കൊള്ളത്തില്ലടാ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇല്ല സെറ്റായി. അല്ല നമ്മൾ വേറെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ചരിത്രത്തിൽ ആരും കളിക്കാത്തൊരു സാധനം. അതെ ഇന്ത്യൻ ചരിത്രത്തിൽ ആരും കളിക്കാത്തൊരു സാധനം.
പിന്നെ അത് നമുക്ക് ഉടനെ സെറ്റ് ആക്കണേ. ഓ ഞാൻ പിന്നെ 2 ദിവസത്തേക്ക് ഇല്ല കേട്ടോ. ഞാൻ അച്ഛനെ കൊണ്ട് ട്രിപ്പ് പോവാട്ടോ. എവിടെ? കായലില്. കായലിലോ? കൊണ്ട് കളയാനാണോ പാവത്തിനെ? അച്ഛനെ കൊണ്ട് എങ്ങും പോയില്ലെന്നൊരു വിഷമമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതിന് കായലിലാണോ പുള്ളിയെ കൊണ്ടുവന്ന ട്രിപ്പ് എന്ന് പറഞ്ഞേ? ഹൗസ് ബോട്ട് എടുക്കാൻ പൈസ ഇല്ലാത്തോണ്ടാ വള്ളത്തില് രാവിലെ തൊട്ട് വൈകുന്നേരം. ഓ അച്ഛനെ കൂടെ പോകുന്നടാ കായലില് വള്ളത്തില് കരിമീനെ പിടിക്കാൻ മറ്റേ ഇറയിട്ട് കൊടുക്കാൻ കൊണ്ടുപോകണം. ചൂണ്ടയുണ്ട് അച്ഛനെ. മിക്കവാറും ഞാൻ ഇപ്പൊ ഫിഷറീസിലോട്ട് കയറ്റും ഉടനെ. ഫിഷറീസ് വകുപ്പിലോട്ട് ചൂണ്ട പിടിച്ച് മീൻ പിടിച്ചു കൊടുക്കുക. അതാണോ അച്ഛാ എന്റെ അടുത്ത് പറയാനുണ്ടാ? നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഞാൻ ഉടനെ അഴീക്കില് പോകുന്നു മീൻ പിടിക്കാൻ. ഞാൻ പറഞ്ഞ പൊക്കോളം പറഞ്ഞു അച്ഛൻ. ഞാൻ ചൂണ്ടയൊക്കെ മേടിച്ചു കൊടുത്ത്, കൂടി ചൂണ്ട മേടിച്ചു കൊടുത്ത്. ഞാൻ പറഞ്ഞ ഇതിട്ട് പിട്ടുന്നത് എന്താ വെച്ചാ അച്ഛൻ വീട്ടിലോട്ട് കൊണ്ട് നമുക്ക് പൊരിച്ചില്ലാന്ന് പറഞ്ഞു. അല്ല വള്ളം തൊഴുന്ന ആരാ? ബോബോയ് ആയിരിക്കും അല്ലേ? ആണോ ബോബോയ് അച്ഛനെ വിളിച്ച വിഷയം പറഞ്ഞ അച്ഛാ നമുക്ക് കുടുംബം ഒന്നും ഇല്ലല്ലോ അച്ഛാ, എന്നെ കൂടെ ട്രിപ്പിന് കൊണ്ടുപോകാതെ എങ്ങനെയാ അച്ഛാ, എനിക്ക് കുടുംബമായിട്ട് പറയാനായിട്ട് അച്ഛനല്ലേ ഉള്ള അച്ഛാന്ന് പറഞ്ഞ് അവസാനം അച്ഛൻ സഹതാപ് പോയി 32,000 രൂപ അയച്ചു കൊടുത്ത് ദേവനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവിടെ ഉണ്ടോ ബോബോയ്? അവിടെ ഉണ്ടോ? ഇല്ല ഇവിടെ ഇല്ല. നാളെ വരുമെന്നാണ് പറഞ്ഞത്. ഇതുവരെ അപ്ഡേറ്റ് ഒന്നും ഇല്ല. നാളെ പെനയുവാണെങ്കിൽ അറിഞ്ഞോളാം ട്രിപ്പിനാണെങ്കിൽ. നാളെ വന്നിട്ട് പറയണം, QR ഇട്ട് വന്നിട്ട് പറയണം കായലിൽ പോയപ്പോ അച്ഛൻ വെള്ളത്തിൽ പോയി റിക്കവർ ചെയ്തെടുക്കാൻ പൈസ അതിപ്പോഴേ പറയില്ല അണ്ണാ. ബോബോയുടെ അറിയാവുന്നുണ്ടോ? മറ്റേ അറിഞ്ഞില്ല. എന്നാ ബോബോയ് അണ്ണാ ഈ നന്നാവാനൊക്കെ തീരുമാനിച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാന്ന് പറഞ്ഞ ബ്ലഡ് കൊടുക്കാൻ പോയണ്ണ. മണിയൻ അങ്ങനെ ബ്ലഡ് കൊടുക്കാൻ പോയി. അപ്പം പറ്റില്ല, ഇത് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല, ഫ്രൂട്ടിയെ കിട്ടത്തില്ല ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാ. അങ്ങനെ മണിയൻ ബ്ലഡ് കൊടുക്കാൻ പോയണ്ണ. ഉള്ള ബ്ലഡ് കൊടുത്ത് ശരീരത്തിൽ നിന്നുള്ള ബ്ലഡ് എല്ലാം ഇറങ്ങിപ്പോയി ബോധം പോയണ്ണ. അവനാണ് നേരെ നിൽക്കാൻ പോലും ആവുന്നില്ലാത്തൊരു പയ്യനാണ്. പിന്നെ എ പോസിറ്റീവ് ബ്ലഡ് വേണ്ട ഒരാളുടെ ബ്ലഡ് അവന് കുത്തിവെച്ചാണ് അവൻ ഇപ്പൊ ജീവൻ വെച്ച് വീട്ടിൽ വന്നേക്കുന്നത്.